ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചക്കപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മയുടെ റെസിപ്പിയാണ്. ഉമ്മയാണ് ഇന്ന് ചക്കപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊതുവേ നല്ല ടേസ്റ്റാണ് ഉമ്മയുടെ കറികൾക്കൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം മൂത്ത ഒരു ചക്കയാണ് കേട്ടോ നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരവും എരും എല്ലാം കൂടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തന്നെ ഞാൻ ചക്കമൊക്കെ ചുള പറിച്ചെടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ അത് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് തന്നെ. അപ്പോൾ അതിനിട്ട് നമ്മളിവിടെ കുറച്ച് ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതൊരു 2-3 തിളക്കുമ്പോഴേക്കും നമ്മളെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കടുക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് വേപ്പില നോക്കിയപ്പോൾ പാത്രത്തിൽ വേപ്പില കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ള വേപ്പിലൊക്കെ പോയിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മ തന്നെ വെച്ചതാണ്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിക്കാൻ കിട്ടണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അതിനുശേഷം നമ്മളിത് കടുക് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുകും ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മറ്റേ ചുവന്ന മുളകും കൂടെ ചതച്ചതാണ് കേട്ടോ. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.